നമ്മുടെ തൃശ്ശൂർ അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുള്ള വേറൊരു സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഇതാണപ്പോൾ തൃശ്ശൂരിലുള്ള വഞ്ചിക്കുളം കേട്ടോ. നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് ഈ ഒരു സ്ഥലം ഉള്ളത്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാലമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിരുന്ന ഒരു സ്ഥലം ഇപ്പോൾ അടിപൊളിയാക്കി എടുത്തിട്ടുള്ളതാണ്. കയറി ചെല്ലുമ്പോഴുള്ള എൻട്രൻസ് തന്നെ ഇതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വഞ്ചിക്കുളത്തിന്റെ ഒരു പ്രാധാന്യമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. നമുക്ക് ഇപ്പൊ കയറാൻ വേണ്ടി ടിക്കറ്റിന്റെ ആവശ്യം വന്നിട്ടില്ല. പണ്ടത്തെ കുറെ ഫോട്ടോസും അതുപോലെ ഇപ്പോൾ റിനോവേറ്റ് ചെയ്തതിന് ശേഷമുള്ള കുറെ ഫോട്ടോസും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന വഞ്ചിക്കുളത്തിൻ്റെ ഒരു മാസ്റ്റർ പ്ലാനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും സ്ഥലമാണ് നമുക്ക് ഈ ഒരു വഞ്ചിക്കുളത്തിന് ചുറ്റുമുള്ളത്. ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയിട്ടില്ലെങ്കിലും ഇവിടെ ഒരു കഫറ്റേരിയ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നട്ടുച്ച നേരമായിട്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ വൈകുന്നേരങ്ങളിലാണ് വരുന്നത് വെച്ചാൽ കുറേ ആൾക്കാർ ഇവിടെ വന്ന് പോകുന്നുണ്ടാവും. ഇവിടുത്തെ ചുമരുകളൊക്കെ കേരള ലളിതകലാ അക്കാദമിയുടെ കീഴിൽ സ്ട്രീറ്റ് ആർട്ട് ഫെസ്റ്റിവൽ നടത്തിയിട്ട് എല്ലാം അടിപൊളിയായിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വഞ്ചിക്കുളത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നോക്കിയിട്ട് വരാം. 1775 മുതൽ 1790 വരെ കൊച്ചി രാജ്യം ഭരിച്ചിരുന്ന രാമവർമ്മ എട്ടാമൻ്റെ കാലത്താണ് 18 മീറ്റർ വീതിയിലുള്ള ഈ ഒരു പുത്തൻതോട് നിർമ്മിച്ചത്. നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ ഈ ഒരു വഞ്ചിക്കുളം മാത്രമായിട്ടേ കാണുള്ളൂ. ഈ ഒരു തോട് ഇതിൻ്റെ ബാക്കിലേക്ക് പതുക്കെ ഒഴുകി പോകുന്നുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ വള്ളങ്ങളും അതുപോലെ തന്നെ പുരവഞ്ചികളൊക്കെ വന്നിരുന്നു കേട്ടോ ഈ ഒരു തോട്ട് കൂടെ. പിന്നീട് ഇതൊരു വലിയ കച്ചവട കേന്ദ്രം തന്നെ ആയിട്ടോ. ഇവിടെ മെയിനായിട്ടുള്ള കച്ചവടം നടന്നിരുന്നത് ഇത്തിള്, മണല്, അതുപോലെ തന്നെ പച്ചക്കറികൾ, അടയ്ക്ക, വെളിച്ചെണ്ണ, തേങ്ങ എന്നിവയാണ് കേട്ടോ. ഇവിടെ വഞ്ചികളിൽ എത്തുന്ന ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം കാളവണ്ടിയിലാണ് ജയ്ഹിന്ദ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ശക്തൻ തമ്പുരാന് ശേഷമാണ് ഇവിടെ വള്ളങ്ങൾക്ക് ചുങ്കം ഏർപ്പെടുത്തി തുടങ്ങിയത് കേട്ടോ. 1902 ഷൊർണൂർ കൊച്ചിൻ റെയിൽവേ നിലവിൽ വന്നെങ്കിലും ഇവിടുത്തെ കച്ചവടം തകൃതിയായിട്ട് നടന്നു കേട്ടോ. പക്ഷേ 1924 ചേറ്റുപുഴ, പെരുമ്പുഴ എന്നിവിടങ്ങളിലൊക്കെ പാലങ്ങളൊക്കെ വന്നത് ഈ ഒരു കടവിലേക്ക് ഈ ഒരു തോണി വഴി വരുന്ന സഞ്ചാരം കുറച്ചു കിട്ടും. അങ്ങനെ നമ്മുടെ നാട്ടിൽ കുറേ പാലങ്ങളും അതുപോലെ റോഡ് ഗതാഗതങ്ങളൊക്കെ അടിപൊളിയായതിനു ശേഷം ഈ ഒരു വഞ്ചിക്കടവിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വന്നു കേട്ടോ. എന്നാലും 1958 വരെ വഞ്ചിക്കുളം കടവ് വളരെ സജീവമായിരുന്നു. നമുക്കിവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ജിമ്മൊക്കെ ചെറുതായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. നമുക്കപ്പോൾ ഈ വഞ്ചിക്കുളത്തേക്ക് ഈ ഒരു തോട് വന്നു ചേർന്ന ഒരു ഭാഗം കാണാം കേട്ടോ. പണ്ട് കാലത്ത് തൃശ്ശൂർ, കൊച്ചി എന്നീ നഗരങ്ങളെ ബന്ധിപ്പിക്കുകയും അതുപോലെ ജലഗതാഗതവും അതുവഴി കച്ചവടമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ വഞ്ചിക്കുളം. കുറേ പായലൊക്കെ വളർന്നു നിൽക്കുന്നതുകൊണ്ട് നമുക്കിതിനകത്തുള്ള വെള്ളം കാണാൻ പറ്റുന്നില്ല കേട്ടോ. നമുക്കിനിപ്പോൾ വഞ്ചിക്കുളത്തിൻ്റെ റോഡിൽ നിന്നുള്ള വ്യൂവും കൂടെ കാണാം കേട്ടോ. ഈ കുളത്തിലുള്ള പായലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്ന തരത്തിലും കൂടെ ആക്കുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം കുറച്ചും കൂടെ അടിപൊളിയാവും കേട്ടോ. ഈ തെരുവരകൾ ഇവിടുത്തെ ചുമരിൻ്റെ ഒക്കെ ഭംഗി അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ചിത്രത്തിന് ചുറ്റും എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല കാറ്റാണ്, അതുപോലെ കുറേ മലയാളം വേർഡ്സ് ആണ് ചുറ്റും എഴുതി വെച്ചിട്ടുള്ളത്. ഹ്യൂമാനിറ്റി ഒന്നിക്കണം എന്നുള്ളതാണ് കേട്ടോ അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. അങ്ങനെ നമ്മുടെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കാൻ പോവാണ്. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം.